ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്ന് നല്ല അടിപൊളി ഒരു കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പ കൊണ്ട് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കിയാലോ? എങ്ങനെയെന്നല്ലേ, വായോ. ആദ്യം നമുക്ക് കപ്പയുടെ തോട് മാറ്റാൻ കേട്ടോ. തോട് ഇളക്കിയതിന് ശേഷം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്കിതിനെ മുറിച്ചെടുക്കാമേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ കഴുകിയെടുക്കാമേ. 1-2 വെള്ളമൊക്കെ നല്ലപോലെ കഴുകട്ടോ. ഞാൻ 2 വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാമേ. അങ്ങനെ കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റി അതിനെ ഒതുക്കി വയ്ക്കാമേ. അതിനുശേഷം ഈ പാത്രത്തിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ചേർക്കുന്നത് 2ാം പാലാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ 2ാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ചൗരിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗരി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശർക്കരയും ഞാനിവിടെ അലിയിച്ച് നല്ലപോലെ സെറ്റാക്കി അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചൗരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൗരി വേവിക്കുന്നത് നമ്മൾ വീഡിയോസ് കാണിച്ചിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, വീഡിയോസ് അധികം ലെങ്തി ആക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ മാറ്റി വെച്ച്, അതായത് വേവിച്ച് വെച്ച് നമ്മുടെ ആ ഒരു കപ്പ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇനി ഈ ചൗരിയും ഈ കപ്പയും കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അങ്ങനെ അത് നല്ലതുപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഏലക്കപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ശർക്കര കൂടെ, അതായത് അലിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാമേ. ഇനി വറുത്ത് വെച്ചിങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കാമേ. അങ്ങനെ നമ്മളിത് കപ്പ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് തന്നെ ടേസ്റ്റ് നോക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ കേട്ടോ. അതായത് കപ്പ കൊണ്ടുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നതും അതുപോലെ ഞാൻ കഴിക്കുന്നതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ വീഡിയോയിൽ ഒരിക്കലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാം. അതുവരെ ബൈ.